വെൽക്കം ബാക്ക് ടു ഋഷി വേൾഡ്. എന്തൊക്കെ മാട്ടം റാഹത്തല്ലേ. പിന്നെ ഇന്നൊരു പുതിയ വീഡിയോ, നല്ല രസമുള്ള വീഡിയോ കേട്ടോ. ഞങ്ങളെ മാനുക്കൻ്റെ ഗ്രൂപ്പിൻ്റെ കീഴിൽ നമ്മളൊരു റിസോർട്ട് പോണ്, കോമാച്ചി പാർക്ക് വയനാട്ടിലേക്ക്. അപ്പം നമ്മൾ ഇറങ്ങാൻ പോവാണ്, ബസ്സിനാട്ടോ പോണ്. ഇന്ന് വൈബേക്കരം. അപ്പം ജിസിയും കുട്ടിയൊക്കെ ഉണ്ട്, ഫാമിലി ട്രിപ്പാണ്. അപ്പോൾ നമ്മൾ പോയിട്ട് വരാം, ഇറങ്ങട്ടോ. അപ്പോൾ സ്റ്റേക്കുള്ള സാധനങ്ങളൊക്കെ ഏകദേശം ബാഗൊക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട്, കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഇറങ്ങാം. പിന്നെ കൊണ്ടോട്ടി ബൈക്ക് വെച്ചിട്ട് അങ്ങനെ നമ്മൾ ബസ്സിനാട്ടോ യാത്ര. ഇന്ന് ബൈക്കും കാറൊന്നുമല്ല. പോവാ മോനെ, പോവാ. എടുക്കാം. എങ്ങട്ടാ പോണേ? പോവാ. എവിടുക്കാ? വയനാട്ടിക്കോ? അപ്പം ഇന്ന് ഇവരെ എല്ലാവരും ഉണ്ട് കേട്ടോ. ഇജ്ജ് ബാഗൊക്കെ പിടിച്ചു, അല്ലെ ഇജ്ജ് പോരണ്ട രണ്ടാളും. ഞാൻ ഒറ്റയ്ക്ക് കഴിക്കോളാം. ബാഗ് പിടിച്ചില്ലാന്ന്. നമ്മൾ ഇറങ്ങട്ടോ. അപ്പോലെ നമ്മളെ കൊണ്ടോട്ടി. അപ്പോൾ ഇവർക്ക് ബസ് ഒരു വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് അവിടെ വരെ വെയിറ്റ് ചെയ്താണ് നിൽക്കുക. രണ്ട് തൊലിച്ചോളം ഒപ്പം ഉണ്ട് കേട്ടോ. എവിടുക്കാ? ചോന്നൊക്കെ ചെരുപ്പ് എടുക്കുമ്പോൾ ഇങ്ങനെയൊക്കെ തന്നെയാണ്. ആ ഇത് പൊട്ടിച്ചണ്ടത് ചെരുപ്പ് വിട്ട് പോരുണ്ട്. അത്ര മാറൊക്കെ ഇപ്പൊ ഇതിനാ ഉപയോഗിക്കണ്ടേ. ഞാൻ ലോക്കറ്റ് എടുത്താണ്ട് ഉണ്ടോ? ഞാൻ എന്താ അതുകൊണ്ട് ബസ് കാരണം തിരക്കില് വീഡിയോ എടുക്കാൻ പറ്റുന്ന ചില്ലറ തട്ടലും മുട്ടലും സ്വാഭാവികം. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെറിയ രീതിയിൽ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവാം. അപ്പൊ എന്താ ചെയ്യാ, നമ്മള് പ്രത്യേകിച്ച് അതിനെ എന്താ പറയാ എക്സ്പ്രസ് ഇജാതി എക്സ്പ്രഷൻ പിന്നെ നമ്മൾ തടുക്കും. ലൈഫില് 80s 70s ആളുകളെ കൂടെ യാത്ര ചെയ്യാൻ ആദ്യമായിട്ട് ലൈഫില് ഇതാണോ ഇന്റെ ബാച്ചിലറൊക്കെ ഉണ്ട്. ഇവരെ ഉമ്മാരപ്പൊക്കെ ഞാൻ അന്നേരം യാത്ര കേട്ടോ. ഇറങ്ങിയപ്പോ എല്ലാ പഠിച്ചോന്റെ ഭാഗ്യം കൊണ്ട് ഒന്നും പറ്റിയിട്ടില്ല, കുഴപ്പമില്ല. അപ്പോൾ ഒരു ആക്സിഡന്റ് ചെറിയൊരു ബീലിറങ്ങിയതാണ്. ആ കൊണ്ടേക്ക് പഠിച്ചോന്റെ ഭാഗ്യം കൊണ്ട് ആർക്കൊന്നും പറ്റിയില്ല. നമ്മളെ ടീംസൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. നമ്മക്ക് ഉണ്ടാക്കും കാട ബിരിയാണി അല്ലേ കിട്ടിയേ? ബാക്കിയുള്ളവർക്കൊക്കെ ചിക്കൻ ബിരിയാണി. ഞങ്ങള് കോർഡിനേറ്റർമാർക്ക് മാത്രം കാട ബിരിയാണി. ഇനി സർബത്തും ഉണ്ട്. നമ്മള് ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങുന്നു. പ്രാവശ്യം നമ്മൾ ഇറങ്ങാൻ പോവാണ്. ഫുഡിനെ കുറിച്ച് എന്താ അഭിപ്രായം? ഫുഡിനെ കുറിച്ച് എന്താ അഭിപ്രായം? എല്ലാ മുളേരിന്റെ പായസിന് പറഞ്ഞാരോ ഫുഡ് അടിപൊളിയായിട്ടോ. ഇതാ ഇത് എന്റെ മുതലാളി. പരിപാടി കഴിഞ്ഞാൽ നേരം വെക്കി വീട്ടിൽ പോയി 12 മണിയായി. പിന്നെ ഫുഡ് സാധനം വാങ്ങാൻ കിട്ടിയില്ല. രാവിലെ തട്ടിക്കൂട്ടി സാധനം വാങ്ങി 8:30 ആകുമ്പോൾ ബസ് എടുക്കുന്നു പറയുമ്പോൾ തട്ടിക്കൂട്ടുണ്ടാക്കി പരിപാടിയാണ്. അപ്പൊ അതിനുള്ള ഒരു ഇതുണ്ടാവും. എന്തേ നിങ്ങള് വ്ളോഗർ അന്ന ബേബി ഇവിടെ ഉള്ളിലുണ്ട്. എങ്ങനെയുണ്ട്?
ഉള്ളേ നമ്മളെ സ്പോട്ടിലെത്തിട്ടാ. ഇതൊക്കെ നമ്മളെ ബസ് ഉണ്ടായിരുന്ന ആൾക്കാരാ. വരി 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 വരി. നമ്മളെല്ലാം അടിപൊളിയായിട്ട് ലാവശ്യം പോകുന്നില്ല. അന്റെ മാനാത് അൻ്റെതാ. അതിന് നടുപ്പ് മുറിയല്ലോ, അതിന് നടുപ്പ് മുറി. I'm really sorry, but I promise I'll be just a quick second. I'm Aina, host of SML Podcast, and all I want to let you know is it's more than just പിന്നല്ലേ പാട്ടാണെങ്കിൽ ആ പാട്ട് കറക്റ്റ് ആയിട്ട് രണ്ടുപേരെങ്കിലും പാട് സപ്പോർട്ട് ചെയ്ത് തരാം. നാലാളും അങ്ങനെ തരാം, സപ്പോർട്ട് ചെയ്ത് തരാം. ഏതാണ് പാട്ടുണ്ടോ? അപ്പൊ അന്താക്ഷരിയിൽ ജയിച്ച ടീം ഞങ്ങളെ ടീമാണ് ജയിച്ച്. ഞാൻ അഭികാക്കൂടി ഇന്ത്യ ടീം ജയിച്ചു. അവർ തോറ്റു പിന്മാറാണ്. അല്ല, ഇത് തോൽക്കുന്ന ആദ്യം അറിയുന്നോണ്ട് രണ്ടാള് ബാക്ക് പോയിട്ട് മൗനായിട്ട് ഇരിക്കുന്നുണ്ട്. പിന്നെ ഇവര് ഈ തോറ്റ ടീമിന് ഒരു കയ്യടി പിടിക്കടാ. ഓക്കെ ഓക്കെ. നിങ്ങൾ എന്താ ഇങ്ങനെ പേടിച്ചു വരേണ്ട ആവശ്യമോ? ആനയും പുലിയൊന്നും ഉണ്ടാവില്ല. നമ്മള് പരിചയമുള്ള സ്ഥലങ്ങളല്ലേ. വെറുതെ നോളാലിട്ടോ. ആക്ക് ഇങ്ങനെ ഇറങ്ങുന്ന സ്ഥലങ്ങളാണ് ഇതൊക്കെ. കാക്കോ ഇത് തീർന്ന് ഇതെപ്പോഴായിക്ക് വെക്ക. ഇതാരത്? എന്തത്? ഇതെപ്പോഴാ അടക്കുക? യൂട്യൂബറെ കണ്ടു കിട്ടിയിട്ട് ഇവിടുന്ന്. ഒന്നൊന്നര പാർക്കാ മക്കളെ. അത് കണ്ട് സഹിച്ചാൽ കണ്ടൂരൊക്കെ വന്നാൽ തന്നെ കാണാൻ പറ്റുള്ളൂ. ഇവിടെ വന്നാലും മക്കളെ ഫാമിലിയൊക്കെ കടക്കാനും നല്ല അടിപൊളി റൂമുണ്ട്, കുളിച്ചാലും സൗകര്യമുണ്ട്, ഫുഡ് പിന്നെ സൗകര്യമുണ്ട്, സാധനം വാങ്ങാൻ സൗകര്യം. പിന്നെ കാണാനുള്ളത് ഒന്നോട്ട് സൂപ്പർ മാർക്കറ്റ്. അപ്പൊ മക്കളെ ഇതിന്റെ ഒക്കെ ഒരു ചൊറുക്കുണ്ടല്ലോ, ഒരു ഒന്നൊന്നര ചൊറുക്കാ മക്കളെ. ഇത് കാണാൻ അങ്ങോട്ട് പോകുന്നോളി. എല്ലാരും ഇതിന്റെ ഉൾക്കൊണ്ട് പോകുന്നോളി മക്കളെ. കണ്ടിട്ട് നമുക്ക് കമന്റ് ചെയ്യണ്ടി. പൊന്നാരം മക്കളെ നമുക്ക് സേർ ചെയ്യണ്ടി. സേറോ സേർ ചെയ്താ പിന്നെ നിങ്ങള് അപ്പൊ കോയിമുടയില് സേർ ചെയ്തിട്ട് തന്നെ ബാക്കി കാര്യം. ചില്ലറ കാര്യമൊന്നുമല്ല, സേറിന്റെ ആൾക്കാരാണ്. സോഷ്യൽ മീഡിയ ഭരിക്കുന്ന ഒരു കലാകാരനെ കിട്ടിയിട്ടുണ്ട്. നമ്മളെ വ്ളോഗേഴ്സിനോട് എന്താ പറയാനുള്ളത്? എന്താ നിങ്ങൾക്ക് പറയാനുള്ളതൊക്കെ പറയാം. നമ്മളെ ഫാമിലിനോട് എന്താ നിങ്ങൾക്ക് പറയാനുള്ളത്? നമ്മളെ പ്രോഗ്രാം എങ്ങനെ ഉണ്ട് ഇന്നത്തെ? പ്രോഗ്രാമൊക്കെ അടിപൊളിയായിരുന്നു. ഇവരെയൊക്കെ കാണാൻ പറ്റിയൊക്കെ ഭയങ്കര സന്തോഷം. ഇങ്ങനെ എന്താ പറയാ, ചിരിച്ചും കളിച്ചൊക്കെ വീഡിയോസ് ഒക്കെ മാത്രമേ കണ്ടിട്ടുള്ളൂ. അടുത്തൊക്കെയാണ്, പക്ഷെ നാട്ടിൽ കാണാൻ പറ്റിയിട്ടില്ല. അടുത്തറിഞ്ഞപ്പോ എന്താ തോന്നണേ? അടുത്തറിഞ്ഞപ്പോ എന്നെ കുറിച്ച് നമ്മള് മലപ്പുറംകാരല്ലേ, മലപ്പുറംകാരെ
പ്രത്യേകിച്ച് പറയാനുണ്ടോ? അതെ, അത്രയും പറയാം. അപ്പോൾ നമ്മളെ ഫാമിലിയോട് നമ്മളെ ഫാമിലി സപ്പോർട്ട് ചെയ്യാൻ പറയാം. നമ്മുടെ പുതിയ ചാനലുണ്ട്, ഋഷു വേൾഡ് പറഞ്ഞിട്ട് ചെറിയൊരു ചാനലുണ്ട്. അപ്പോൾ ഒന്ന് സപ്പോർട്ടാക്കാൻ പറയാം കേട്ടോ. हो आप कैसा है हो? मैं हिंदी से शादी कर गया, हिंदी में पूरा फुल हिंदी में ब्लॉग है मेरा. पूरा हिंदी आदमी इधर ही है, देखो आप कैसे है यार? आओ तुमको अच्छा. कैसा भाई शादी है इधर? അപ്പൊ എല്ലാരും ഉണ്ട്, മലയാളികളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മളെ കല്യാണം കൂടാൻ വന്നാണ്. പൂജനെ കണ്ടില്ലല്ലോ, ഡ്രസ്സൊക്കെ മാറാം. അപ്പോൾ അടിപൊളി പരിപാടി, നല്ല രസമുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് വന്നതാ ഇതേപോലെ ഓരോ കോസ്റ്റ്യൂമും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഇട്ടിട്ട് നിങ്ങൾക്ക് ഫോട്ടോ കാര്യങ്ങളൊക്കെ എടുക്കാം. നല്ല ഫ്രെയിമും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഈ സാധനങ്ങളൊക്കെ ഉണ്ട്, സെറ്റാണ്. ഇതൊക്കെ ഇട്ട് നല്ല നല്ല ഫോട്ടോൻ്റെ ഒരു ഇതാട്ടോ നമ്മളെ ഈ റിസോർട്ട്. ടോട്ടലെ ഫോട്ടോസൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഭയങ്കര ഇഷ്ടപ്പെടും നമ്മളെ സ്പോട്ടും കാര്യങ്ങളൊക്കെ. ഇതെന്താ കുട എടുക്കാം? കൂട സേർ ചെയ്യാൻ പോവാ, സേർ ചെയ്യാൻ പോട്ടെ കുടം കൊണ്ട്. എന്താ പോണ്? പേടിണ്ടോ 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 പേടിണ്ടോ? ഇറങ്ങാട്ടാ. നമ്മളെ പരിപാടി തുടങ്ങി ഈ സമയം വരെ വൈബടിച്ച് എൻ്റെ കൂടെ എല്ലാത്തിനും എൻ്റെ വലങ്കായി നിന്ന് എന്നെ സഹായിക്കുന്നു. എന്നോട് യാത്ര പറയാണ് സുഹൃത്തുക്കളെ. അപ്പോൾ അടുത്ത പരിപാടിക്ക് നമുക്ക് ഇങ്ങനെ ഈ തള്ളാൻ അമ്മ ഈ കട്ടൻ ചുക്കായി വെച്ച് തന്നെ തള്ളാനൊക്കെ ഒഴിവാക്കിയിട്ട് നമ്മള് ചെക്കന്മാരെ വൈബ് കേട്ടോ, ചെക്കന്മാരെ വൈബേക്കാരം ഫുള്ള്. അപ്പൊ ഇൻക്ലാബ്സ് എന്താ മതി. ഗ്രൂപ്പിന്റെ കോർഡിനേറ്റർ കേട്ടോ, മാനുക്കാന്റെ കീഴിലാണ് നമ്മളിപ്പോ ഇന്ന് പോയത്. യാത്രക്ക് വളരെ ഹാപ്പിയായി. കുറച്ച് വൈകി എന്നുള്ളൊരു സമയം ഇപ്പൊ പരിമിതി ഉണ്ടായി, എങ്കിലും എല്ലാവരും പരമാവധി എൻജോയ് ചെയ്തു. അടുത്ത് ഇനിയും പ്ലാൻ. നമ്മളൊരു പുതിയൊരു ചാനലാണ് കേട്ടോ ഞാനൊക്ക. എന്നാലും അത്യാവശ്യം സബ്ബൊക്കെ ആയി. നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ 2-3 മാസമായിട്ടുള്ളൂ. എന്നാലും കണ്ടന്റ് കൊടുക്കാം. എല്ലാവരും സ്നേഹത്തോടെ കാണുക, സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ. അപ്പൊ കോമാച്ച് കാണാൻ വന്ന 2 മാങ്ങാച്ചികളാണ് ഇട്ടത്. അപ്പൊ നമ്മളെ യാത്ര എങ്ങനെ ഉണ്ടായി? യാത്ര എങ്ങനെ ഉണ്ടായിരുന്നു? യാത്ര അടിപൊളിയാണ്. ഇറച്ചി തൂക്കാന് കുറച്ച് ആൾക്കാരൊക്കെ കിട്ടിയതുകൊണ്ട് സമയം. ഇപ്പൊ പെണ്ണുങ്ങളോടെ ഓഫീസിൽ എന്തോ പറഞ്ഞല്ലോ പോന്ന്. പെണ്ണുങ്ങളോട് സത്യസന്ധമായിട്ട് അതാണ് ഞാൻ ഇങ്ങനെ പോവാണ്. അതാണ് കുറെ പെണ്ണുങ്ങളൊക്കെ എന്റെ വണ്ടിയിലുണ്ടാവും. അപ്പൊ പെണ്ണുങ്ങൾ പറഞ്ഞേ നിങ്ങള് എൻജോയ് ചെയ്യുന്നു വീഡിയോ. അതിന്റെ ഒപ്പം ഞാൻ പോകുന്നു. വീണ്ടും നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം എല്ലാവരും.